ഇനി കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ നിന്ന് റാഫി കരീമാണ് ഇപ്പോൾ ചേരുന്നത്. റാഫി കരീമിനൊപ്പം ദീപ്തി മേരി വർഗീസ് കൂടി ചേരുന്നുണ്ട്. റാഫി, കഴിഞ്ഞ തവണ കൈവിട്ടു പോയതാണ് UDF-ന് കൊച്ചി കോർപ്പറേഷൻ. ഇത്തവണ അവർ അരയും തലയും മുറുക്കി രംഗത്തെത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ കൊട്ടിക്കലാശ മണിക്കൂറുകളിൽ ദീപ്തി പങ്കുവയ്ക്കുന്ന പ്രതീക്ഷകൾ? റാഫി, തീർച്ചയായും കൊച്ചി കോർപ്പറേഷന്റെ ഭരണം ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് UDF-ന്റെ പ്രചരണമുള്ളത്. UDF-ന്റെ 34ാം ഡിവിഷനിലെ സ്ഥാനാർത്ഥി ദീപ്തി മേരി വർഗീസിനൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. ദീപ്തി മേരി വർഗീസിന്റെ റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ റോഡ് ഷോ ഇനി നേരെ ജനതാ റോഡിലേക്കാണ് എത്തുക. അവിടെ ഈ സെൻട്രൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ റോഡ് ഷോ അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണമുള്ളത്. നമ്മളിപ്പോൾ ഈ 34ാം വാർഡ് സ്റ്റേഡിയം വാർഡാണ്. അർജന്റീന മുതൽ മെസ്സി വരെ ഇവിടെ ചർച്ചയായതാണ്. അപ്പോൾ എന്താണ് UDF-ന്റെ ഒരു പ്രതീക്ഷ? അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ LDF-ന്റെ ഭരണം തന്നെ ആയിരിക്കും ചർച്ചാ വിഷയമാവുക. സ്റ്റേഡിയം എന്ന പേരിലുള്ള ഈ ഡിവിഷനിലാണ് ഏറ്റവും അധികം രാഷ്ട്രീയ ചർച്ച നടക്കുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ, ഇന്റർനാഷണൽ സ്റ്റേഡിയം എന്നുള്ളത് അതിനെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് താറുമാറാക്കിയ ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ഒരു സ്പോൺസർക്ക് അത് കൊടുക്കുകയും പിന്നീട് അത് തിരികെ വാങ്ങുകയും ചെയ്ത സാഹചര്യമുണ്ടായി. അത് ഏത് രീതിയിലാണ് കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ സുതാര്യതയില്ല. ഇതൊക്കെ ഇവിടെ ചർച്ചാ വിഷയമാവുന്നു. ഇതിനൊക്കെ ഉപരിയായിട്ട് കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം, ഇടതുപക്ഷ ഭരണം, പദ്ധതികളൊന്നുമില്ലാത്ത ഭരണം, സാധാരണക്കാരനൊന്നും കൊടുക്കാത്ത ഭരണം, ഇതെല്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ UDF വലിയ പ്രതീക്ഷയിലാണ്. 20 ദിവസം ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് ഈ ആളുകളുടെ ഒരു വികാരം അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഏറ്റവും നല്ല പ്രതികരണമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എല്ലാ വീടുകളിലേക്കും ചെല്ലുമ്പോൾ സ്ത്രീകളും കുട്ടികളും പ്രത്യേകിച്ച് അവരുടെ എല്ലാം, നമുക്കറിയാലോ, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ, അംഗൻവാടി ടീച്ചേഴ്സിന്റെ പ്രയാസങ്ങൾ ഉൾപ്പെടെ, ഇതെല്ലാം ആശാ വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഭരണത്തിനെതിരെയുള്ള വലിയ ശക്തമായ വികാരമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 2020 അടക്കമുള്ള ആളുകൾ ഇത്തവണ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അവരുടെ സ്ഥാനാർത്ഥികളുണ്ട്. അതെല്ലാം UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാകുമോ? UDF-നെ സംബന്ധിച്ച് അത് വെല്ലുവിളിയാകില്ല. കാരണം ഇവിടെ പ്രധാനമായിട്ടും മത്സരം എന്ന് പറയുന്നത് ഇടതുപക്ഷവും UDF-ഉം LDF-ഉം തമ്മിലാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള കക്ഷികൾ കൊച്ചി നഗരസഭയെ സംബന്ധിച്ച ഒരു വോട്ട് കൊടുക്കുന്ന വോട്ട് യഥാർത്ഥത്തിൽ പ്രയോജനകരമല്ലാത്ത രീതിയിലായി മാറുമെന്ന് ചിന്തിക്കാൻ കഴിയുന്ന വോട്ടർമാരാണ് കൊച്ചി നഗരത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഇത്തവണ UDF-നെ ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് മാത്രമല്ല, LDF-ന്റെ 5 വർഷത്തെ ഭരണം കാരണം തന്നെ UDF-ന് വലിയ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ 2020 പോലെയും ആം ആദ്മി പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന വോട്ട് അത് അസാധുവാക്കുന്നതിന് തുല്യമാണ് എന്ന് പല വീടുകളിലും ചെന്നപ്പോൾ എന്നോട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതൊരു ഭീഷണിയായിട്ട് കാണുന്നില്ല. ഒരു വനിതാ മേയറായിരിക്കും ഈ തവണ കൊച്ചിക്ക് ഉണ്ടാവുക. ഏറ്റവും സജീവമായി പരിഗണിക്കപ്പെടുന്ന ഒരു പേരാണ് ദീപ്തി മേരി വർഗീസിന്റേത്. അതെല്ലാം പാർട്ടി പിന്നീട് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഭൂരിപക്ഷം ലഭിച്ചതിന് ശേഷം പാർലമെന്ററി പാർട്ടിയും കോൺഗ്രസിന്റെ നേതാക്കളും ചേർന്ന് തീരുമാനിക്കുന്നതായിരിക്കും. UDF-ന് എന്ത് ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്? കോർപ്പറേഷൻ ഇപ്രാവശ്യം UDF-ന് വലിയ ഭൂരിപക്ഷമായിരിക്കും ലഭിക്കുക. തമ്പിങ് മെജോറിറ്റി ലഭിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും വലിയ പ്രതീക്ഷയിലാണുള്ളത്. വ്യക്തിപരമായ ഒരു വിജയം ഡിവിഷനിലുണ്ടാകും. ഒപ്പം തന്നെ ആ വിജയത്തിനപ്പുറത്തേക്ക് UDF-ന് കോർപ്പറേഷൻ ഭരണം തിരിച്ചു കിട്ടുന്ന രീതിയിൽ ഒരു വിജയം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ദീപ്തി മേരി വർഗീസ് പങ്കുവെക്കുന്ന ഒരു പ്രതീക്ഷ. ശരി, റാഫി കരീമാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അവിടെയും കുട്ടിക്കലാശ ആവേശത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.